ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ സ്കോട്ട്ലൻഡിൽ വന്നതിന് ശേഷം ജോലി നഷ്ടപ്പെട്ട കെയർ വർക്കേഴ്സിനെയും അതേപോലെ സീനിയർ കെയർ വർക്കേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കോട്ടിഷ് ഗവൺമെൻറ് ഒരു ഫണ്ടിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫണ്ടിങ്ങിൻ്റെ പേര് ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സ് സ്കീം എന്നാണ്. കഴിഞ്ഞ ഒക്ടോബർ 13-നാണ് £500,000 സ്കോട്ടിഷ് ഗവൺമെൻറ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വർക്കേഴ്സിന് പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ടിങ് സപ്പോർട്ട് അനുവദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒത്തിരിയധികം ആളുകൾ കെയർ വിസയിലും അതേപോലെ സീനിയർ കെയർ വിസയിലും സ്കോട്ട്ലൻഡിൽ വന്നതിന് ശേഷം അവർക്ക് ഒന്നുകിൽ അവരുടെ എംപ്ലോയറുടെ ലൈസൻസ് നഷ്ടപ്പെടുന്നുണ്ട്, ജോലി ഇല്ലാതാക്കുകയും ഇനി അതല്ലെങ്കിൽ അവർ വന്നതിന് ശേഷം അവരുടെ എംപ്ലോയേഴ്സിന് ഇനഫായിട്ടുള്ള അവേഴ്സ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഒരു പുതിയ ജോലി അവർക്ക് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഫണ്ടിങ് അനുവദിച്ചിട്ടുള്ളത്. ഈ ഒരു ഫണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയ ഇങ്ങനെയുള്ള ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള എംപ്ലോയേഴ്സിന് ഈ ഒരു ഫണ്ടിങ് സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കോട്ട്ലൻഡിൽ കെയറായിട്ടോ സീനിയർ കെയറായിട്ടാണ് വന്നത്, നിങ്ങളുടെ എംപ്ലോയറുടെ ലൈസൻസ് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള അവേഴ്സ് തരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർ തരുന്നില്ല എങ്കിൽ നിങ്ങളെ ഒരു ഡിസ്പ്ലേസ്ഡ് വർക്കറായിട്ട് അവർ കൺസിഡർ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ഒരു സ്കീം പ്രകാരം കുറച്ച് വേക്കൻസികൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ആ ഒരു വേക്കൻസികളിലേക്ക് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡിസ്പ്ലേസ്ഡ് വർക്കറാണെങ്കിൽ നിങ്ങളുടെ CV-യും ഡോക്യുമെൻറ്റുകളും ഞങ്ങളുടെ ഓഫീസിലേക്ക് അയയ്ക്കുക. സൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികളിലേക്ക് നിങ്ങളെ പ്ലേസ്മെൻറ്റ് ചെയ്യും. ഇതിനകത്ത് പെയ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ഒന്നുമില്ല, ഇത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ആപ്ലിക്കൻ്റിനല്ല ഇതിൻ്റെ പേയ്മെൻറ്റുകളും പൈസകളൊക്കെ കൊടുക്കുന്നത്. നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേയ്മെൻറ്റുകളും കോസ്റ്റുകളൊക്കെ വഹിക്കുന്നത് ഗവൺമെൻറ്റാണ് വഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഡിസ്പ്ലേസ്ഡ് വർക്കർ ആകണമെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ ലൈസൻസ് സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ജോബ് നഷ്ടപ്പെട്ടവരോ ഇനി അതല്ല നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾക്ക് ഇനഫായിട്ടുള്ള അവേഴ്സ് തരാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ജോലി പോയവരാകണം. അങ്ങനെയുള്ളവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ നിലവിൽ സ്കോട്ട്ലൻഡിലുള്ളവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള CV അയയ്ക്കുക. അതേപോലെ CVക്കകത്ത് എന്താ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾ അയക്കുന്ന ഇമെയിലിൻ്റെ സബ്ജക്റ്റിനകത്ത് ഡിസ്പ്ലേസ്ഡ് വർക്കർ എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യുക.